എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശത്ത് ഉണ്ടായ ഒരു സംഭവ കഥയാണ്. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു പാസ്റ്ററെ കാണുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും എനിക്കൊരവസരം ലഭിച്ചു. അങ്ങനെ സംസാരിക്കവേ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ, താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ലായിരുന്നു എൻ്റെ ചെറുപ്പം. വിങ്ങുന്ന ഹൃദയവുമായി ഓരോ ദിവസവും തള്ളി നീക്കിയ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ആ പറച്ചിൽ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ആങ്സൈറ്റി ഉണ്ടായി. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നം? ഞാൻ മനസ്സുകൊണ്ടത് കേൾക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എൻ്റെ വീട് ഒരു കുടിലാണ് അന്നത്തെ കാലത്ത്. അതായത് ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ആ കുടിലിൽ ഞാനും അപ്പനും അമ്മയും എൻ്റെ 2 സഹോദരങ്ങളും. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. അപ്പം കൂലിപ്പണിയാണ്, അമ്മ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച് വരവേ രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകും, വൈകുന്നേരം തിരിച്ചു വരും. അപ്പോഴത്തേന് വൈകിട്ട് അപ്പം വരും. അപ്പൻ്റെ കയ്യിൽ എന്തെങ്കിലും കാപ്പിക്കടയിൽ നിന്ന് കിട്ടുന്ന പലഹാരങ്ങൾ എന്തെങ്കിലും കാണും. അതും കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു വരുന്ന ഒരു കാലത്ത് ഒരു ദിവസം ഞാൻ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് രാവിലെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മയെ കാണാനില്ല. നോക്കിയപ്പം അമ്മ അവിടെ ഇല്ല. രാവിലെ കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ചുറ്റുവട്ടത്ത് നോക്കി അമ്മയെ കാണുന്നില്ല. സഹോദരങ്ങളെ വിളിച്ചു, അവർ എണ്ണിച്ചു. ഇങ്ങനെ അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിൽ നിന്ന് അല്പം കയറിയാണ് ആ വീട്. പിതാവ് തല കുനിച്ച് കയറി വരുന്നു. അപ്പോൾ അമ്മ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഒന്നും മിണ്ടിയില്ല. പറഞ്ഞു, ബാ പിള്ളേരെ എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ച് വീട്ടോട്ട് കൊണ്ടുപോവുകയാണ്. അടുക്കളയിൽ കൊണ്ടുപോയി പിള്ളേർക്ക് ചായ, കയ്യിലിരുന്ന് പൊതിക്കാത്തിരുന്നുണ്ടായിരുന്ന ദോശ, ഇതെല്ലാം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ക്രമീകരിച്ച് പിള്ളേരെ സ്കൂളിലേക്ക് അയക്കുകയാണ്. അപ്പോഴും ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. അമ്മ ഇവിടെ പോയി, ഇനി അസുഖം വല്ലതുമാണോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇവൻ്റെ മനസ്സിലുണ്ട്. 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സിലോ ഉള്ള പ്രായമാണ്. ആ പ്രായത്തിലാണ് മനസ്സിലൊരു ചോദ്യവുമായി ഇങ്ങനെ ഇവർ 3 പേരുടെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ദേശത്ത് റോഡ് സൈഡിൽ ഒരു 2 നില കെട്ടിടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നിടത്തു നിന്ന് പട്ടി റോഡിലോട്ട് പിള്ളേരെ നോക്കി കുരയ്ക്കും. പിള്ളേരിങ്ങനെ ഓരോ കോപ്രായങ്ങളും ഈ പട്ടിയെ നോക്കി കാണിക്കും. അങ്ങനൊരു സാഹചര്യത്തിൽ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് പോകുന്ന പിള്ളേർ. അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാം നിലയിൽ നിന്ന് കുര കേട്ടിട്ടെന്ന വണ്ണം കർട്ടൻ മാറ്റി ഒരു സ്ത്രീ രൂപം താഴേക്ക് നോക്കുന്നു. നമ്മുടെ പാസ്റ്ററുടെ അമ്മയായിരുന്നു അതെന്ന് പാസ്റ്റർക്ക് മനസ്സിലായി. അവൻ അവിടെ ഇരുന്ന് വലിയ വായിൽ കരയുകയാണ്. അമ്മയെന്നും പറഞ്ഞ് കരയുകയാണ്. അവർ കർട്ടൻ മറച്ചു, ആ വാതിലങ്ങ് അടച്ചു. ഇവന് കുറേ നേരം നിന്ന് കഴിഞ്ഞും ഈ 3 പിള്ളേരുടെ ദയനീയമായ രീതിയിൽ അവരുടെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് അവർ കാണാതെ വാതിലടച്ചു. അതിൻ്റെ മനോവിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്കൂളിൽ പോകാൻ സമയമാകുമല്ലോ എന്ന് കരുതി ചേട്ടൻ, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നേരെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്കൂളിൽ പഠിക്കുവാനോ ഒന്നും മാനസികമായി തയ്യാറാകാതെ മനസ്സുകൊണ്ട് അമ്മയെ ഓർത്ത് പിള്ളേർ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വൈകുന്നേരം ബെല്ലടിച്ച് അവർ തിരിച്ചു വരുമ്പോഴും ഇതേപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ പട്ടി കളിച്ച് നിൽക്കുന്നു. പക്ഷെ അന്ന് അമ്മ വന്നില്ല. തിരിച്ച് വീട്ടിൽ ചെന്നു. അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു, മക്കളെ, നമ്മുടെ അമ്മ പോയി. അമ്മയ്ക്ക് നമ്മളെ ഇഷ്ടമല്ല, അമ്മ വേറൊരു വീട്ടിൽ താമസമാക്കിയെന്ന് പറഞ്ഞു. അയ്യോ, അവർക്കുണ്ടായ മാനസികാഘാതം, കണ്ണുനീർ ധാരധാരയായി ഒഴുകുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേ അവസ്ഥയാണ്. അടുത്ത ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോവുകയാണ്. ഇതുപോലെ പട്ടി കുരയ്ക്കുന്നു. അവിടെ വന്ന് നിൽക്കുന്നു. പിന്നെയും അമ്മയെന്ന് പിള്ളേർ വിളിക്കുന്നു, പോകുന്നു. വൈകുന്നേരവും ഇത് തന്നെ നടക്കുന്നു. പക്ഷേ അമ്മ വെളിപ്പെടുന്നില്ല. 3-4 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ അവിടെ വന്നിരുന്ന് അമ്മയെന്ന് വിളിച്ചപ്പോൾ അമ്മ ഒരു വടിയും കൊണ്ടിറങ്ങി വെച്ചിട്ട്, മേലാൽ ഇവിടെ വന്ന് വിളിച്ചു പോകരുത്, ശക്തമായ താക്കീതായിരുന്നു. പിള്ളേർ വരണ്ടുപോയി. കാരണം അമ്മയുടെ മുഖത്തു നിന്ന് ഇങ്ങനൊരു ഭാവം അവരിതുവരെ കണ്ടിട്ടില്ല. അവർ ദുഃഖാർത്ഥ ഹൃദയത്തോടെ സ്കൂളിലേക്ക് പോയി. തിരിച്ചു വന്നു. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അമ്മ മറ്റൊരാളുടെ ഭാര്യയായി മാറിക്കഴിഞ്ഞു.
ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അനാഥത്വം, മാതാവിൽ കൂടെ ലഭിക്കേണ്ട സ്നേഹം കിട്ടാത്തതിൻ്റേതായ പ്രയാസത്തിൽ അവർ ഓരോ ദിവസവും തള്ളി നീക്കി. കാലങ്ങൾ കഴിഞ്ഞു. മൂത്തവർ 2 പേരും ജോലിക്കാരായി മാറി. ഇളയാൾ ഒരു പാസ്റ്ററായി മാറി. അവരന്ന് CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. പിന്നീടാണ് ഒരു പെന്തിക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നത്. ജീവിതത്തിൽ ക്രൂരമായ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഈ അനുഭവമൊക്കെ ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന നിമിഷങ്ങളിലൊന്നാണിത്. ഇതിനോട് സമാനമായ മറ്റൊരു സംഭവം കൂടി ഞാൻ ഈ ഇടയ്ക്ക് കേൾക്കാനിടയായി. അത് ഇവിടെ നിന്നല്ല, വിദേശത്തു നിന്നാണ്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ സഹോദരിയുടെ മകൾ ഓസ്ട്രേലിയയിലാണ്. അവിടെ മോൾ പോകുന്നത് ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ്. അങ്ങനെ പോയി വരുമ്പോൾ അവൾക്ക് അവിടെ 1-2 കൂട്ടുകാരികളെ കിട്ടി. അവരവിടെ ബൈബിൾ സ്കൂളിൽ പഠിക്കുകയാണ്. ഈ കൂട്ടുകാരികൾ ഇവരുടെ റൂമിൽ വരികയും അവരോടൊപ്പം പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം എൻ്റെ സഹോദരിയുടെ മകൾക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഇവളെപ്പോഴും അവിടെ മമ്മിയെ വിളിക്കുന്നു, അവിടെ ഡാഡിയെ വിളിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഈ വന്ന ഓസ്ട്രേലിയക്കാരിയായ പിള്ളേർ ചോദിച്ചു, നിൻ്റെ മമ്മിയും ഡാഡിയും ഒരുമിച്ചാണോ താമസിക്കുന്നത്? അവർ സ്നേഹത്തിലാണോ? അപ്പം ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ആദ്യം ഈ കുട്ടിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചു? അപ്പോൾ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയി. ചില നാളുകൾ കഴിഞ്ഞ് പിതാവും പോയി. എന്നെ വളർത്തിയതും വലുതാക്കിയതും എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. അമ്മ വേറെ കല്യാണം കഴിച്ചു, അവർക്ക് വേറെ മക്കളായി, അങ്ങനെ അങ്ങ് പോയി. പിതാവ് വേറൊരു കല്യാണം കഴിച്ചു, അങ്ങനെ അങ്ങ് പോയി. അത് അവിടുത്തെ ഒരു സിസ്റ്റമായിരിക്കാം. പക്ഷേ ഇത് പിള്ളേരിലുണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഭയങ്കരമായ ഒരു അന്യഥാബോധത്തിലേക്കും അതുണ്ടാക്കുന്നതായ മാനസിക ആഘാതവും ഈ വേർപിരിഞ്ഞ് താമസിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. ദൈവകൃപയാൽ ഈ ഓസ്ട്രേലിയക്കാരി ദൈവത്തെ കാണുവാനും ദൈവത്തോട് സംസാരിക്കുവാനും അവളുടെ വിഷമങ്ങൾ പങ്കിടുവാനും അവൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഉറച്ച ഒരു രക്ഷിതാവായി ദൈവം അവളെ കൈപിടിച്ചിട്ടുള്ളത് കൊണ്ട് അവളുടെ ജീവിതം സേഫായെന്ന് പറയാം. പക്ഷേ ഇത്തരത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഭൂരിഭാഗം പിള്ളേരും മദ്യത്തിനും മയക്കുമരുന്നിനും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്കുമൊക്കെ കടന്നു പോകുന്നതാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നത്. ഈ 2 സംഭവങ്ങളുടെ കൂട്ടി വായിച്ചപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി. ദൈവബോധമില്ലാതെ വളരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്നും മറ്റുള്ളവർക്ക് തലവേദനയായി മാറും. സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും ആത്മാർത്ഥത കാണിക്കുവാൻ കഴിയാതെ ജീവിക്കുന്നവരോട് ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തെ തോന്നിയ ഒരു ചിന്ത ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്തും ഇത്തരം സംഭവങ്ങൾ ഇക്കാലത്ത് പെരുകി വരുന്നു എന്ന് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. ഇത്തരം അനുഭവങ്ങൾ നമുക്കാർക്കും ഉണ്ടാകാതിരിക്കുവാൻ പ്രാർത്ഥിക്കാം.